വീണ്ടും പണം മാറലിനെ പറ്റി ചില വിവരങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. ബാങ്കുകളുടെ മുന്നിൽ വലിയ ക്യൂ ആണ് പല സ്ഥലങ്ങളിലുമുള്ളത്. പക്ഷേ ബാങ്കുകൾ ഇന്നിറക്കിയ ഫോമിൽ സീരിയൽ നമ്പർ ചോദിച്ചിരിക്കുന്നു. ഫോം പൂരിപ്പിക്കാൻ പലരെയും സഹായിക്കാൻ ശ്രമിച്ച എനിക്ക് ഞെട്ടലോടെ മനസ്സിലാക്കേണ്ടി വന്നു, പല സീരിയലുകളും സീരിയൽ നമ്പർ ഇല്ലാത്ത നോട്ടുകളുണ്ടായിരുന്നു, വ്യാജ സീരിയൽ നമ്പറുകളുണ്ടായിരുന്നു. പക്ഷെ അതും അവരാരും സ്വയം സൃഷ്ടിച്ചതല്ല എന്നറിയാം. അതുകൊണ്ട് ബാങ്കുകൾ അത് മാറ്റിക്കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ മാറ്റിക്കൊടുക്കാൻ പോകുന്ന ഒരാൾ ഇന്നലെ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ 7 ബാങ്കിൽ പോയി 4000 വീതം മാറ്റി. വേറൊരാൾ പറഞ്ഞു 10 ബാങ്കിൽ ഞാൻ കയറി, എനിക്ക് 40,000 മാറ്റി കിട്ടി. അത് അയാളുടെ പൈസയല്ല. 10 ബാങ്കിൽ കയറി 40,000 മാറ്റി. അങ്ങനെ 10 ദിവസം മാറ്റുമ്പോൾ 4 ലക്ഷം രൂപയാവും മാറ്റുന്നത്. 2.5 ലക്ഷം അനുവദനീയ പരിധിക്ക് അപ്പുറത്തോട്ട് വരുന്ന 1.5 ലക്ഷത്തിന്റെ 200% 3 ലക്ഷം രൂപയാണ്. ആ 3 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കണം എന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആ ID കാർഡിലുള്ള ആളിന്റെ അഡ്രസ്സിലേക്ക് നോട്ടീസ് അയക്കും. അപ്പൊ അടയ്ക്കില്ല, എന്ത് ചെയ്യും എന്ന് ചോദിക്കും. ഉടനെ കോടതിയിലോട്ട് ആ സാധനം കൊടുത്തു കഴിയുമ്പോൾ റവന്യൂ റിക്കവറി നടപടികൾ അവരുടെ പേരിൽ വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ദയവായി മറ്റുള്ളവരുടെ നോട്ടുകൾ മാറ്റിക്കൊടുക്കാൻ ശ്രമിക്കരുത്. സീരിയൽ നമ്പർ ചോദിച്ചിരിക്കുന്ന ഫോമുകളുടെ പിന്നിൽ വലിയ കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പോ സീരിയൽ നമ്പറുകൾ തുടങ്ങുന്നത് ഒരു ബണ്ടിൽ നോട്ടാണെങ്കിൽ ഫസ്റ്റ് 1 എന്ന് തുടങ്ങുന്നു, പിന്നെ 100 വരെയുള്ള അക്കങ്ങളിൽ ആയിരിക്കും. അപ്പൊ ഒരാൾ കൊണ്ടുപോയി 1 മുതൽ 4 വരെയുള്ള 1000ന്റെ ഒരു ബണ്ടിലെ നോട്ട് കൊടുക്കുകയും പുറകെ പല ബാങ്കുകളിലാണെങ്കിൽ പോലും ഈ നോട്ടുകൾ സീരിയലായിട്ട് വരുന്നു എന്ന് ബാങ്കിംഗ് ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെടുമ്പോൾ ആ വിവരം റിസർവ് ബാങ്കിനല്ല പോകുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും ഇന്റലിജൻസിനുമാണ്. ആ വിവരം കിട്ടുന്നവർ ഈ നോട്ട് മാറിയ ആളുകളെ ട്രേസ് ചെയ്ത് പിടിക്കുകയും ആരാണ് ഈ നോട്ടുകൾ തന്നുവിട്ടത് എന്ന് ചോദിക്കുകയും അവരുടെ വീടുകളിൽ റെയ്ഡ് നടക്കുകയും ചെയ്യും. 500 രൂപയ്ക്കോ ഒക്കെ കൂലിക്കൊക്കെ നോട്ട് മാറ്റി കൊടുക്കുന്നത് വിഡ്ഢിത്തരമായിട്ട് തീരും. ആരെങ്കിലും കുഴിച്ച കുഴിയിലോട്ട് നടന്നു പോയപ്പം വീഴുന്നത് അബദ്ധം എന്ന് പറയാം. സ്വന്തമായി കുഴി കുഴിച്ച് അതിനകത്ത് വീഴുന്നതിനെ അബദ്ധം എന്നൊന്നും പറയാൻ കഴിയൂല. ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നാണ് നിയമം പറയുന്നത്. നിയമം എനിക്കറിയില്ലായിരുന്നു എന്ന് പറയാൻ പറ്റൂല ഒരു കുറ്റവാളിക്കും. അത് സാമ്പത്തിക കുറ്റവാളിയായാലും ക്രിമിനൽ കുറ്റവാളിയായാലും പറയാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ഒരാളെ കൊല്ലരുത് എന്ന നിയമം എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ആളെ കൊന്നു. പോക്കറ്റ് അടിക്കരുത് എന്ന നിയമം എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പോക്കറ്റ് അടിച്ചു എന്നൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. ഇപ്പോൾ എനിക്ക് ഈ എന്റെ ചെറിയ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ മലയാളം ഫോണ്ടുകളിൽ ഈ വിവരങ്ങളെല്ലാം കൂടെ ടൈപ്പ് ചെയ്യാനുള്ള സമയക്കുറവ് മൂലമാണ് ഇങ്ങനെ ലൈവായി വിടുന്നത്. ദയവായി സമയമുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിലെ വിവരങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത് പോസ്റ്റാക്കി അയക്കുകയും നോട്ടീസായിട്ട് സ്വന്തം നാട്ടിൽ അച്ചടിച്ച് വിതരണം ചെയ്താലും ആളുകൾക്ക് പ്രയോജനം ചെയ്യും. കാരണം ഇത് വലിയൊരു മൂവ്മെന്റാണ്. ഒറ്റ രാത്രി കൊണ്ട് നോട്ട് മാറ്റിയത് കൊണ്ട് കള്ളപ്പണം പുറത്തു വരികയില്ല എന്നുള്ള ധാരണയെ തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ നീക്കങ്ങൾ നടക്കുന്നത്. അപ്പോൾ ആ നീക്കങ്ങൾക്ക് പിന്തുണ കൊടുക്കേണ്ടത് എല്ലാ പൗരബോധമുള്ള 93% ജനങ്ങൾക്കും പ്രതിമാസ വരുമാനം കുറവാണ് എന്നും അവരുടെ പ്രതിമാസ വരുമാനം ഉയരാനും അവരും അന്തസ്സായിട്ട് ജീവിക്കണമെന്നും നമ്മുടെ സഹോദരങ്ങളാണ് എന്നുള്ള മനുഷ്യത്വമുള്ളിലുള്ളവരും ഇപ്പോൾ രാജ്യത്തിനെ ഭേദചിന്തയില്ലാതെ സപ്പോർട്ട് ചെയ്യേണ്ട, പിന്തുണയ്ക്കേണ്ട അവസ്ഥയാണുള്ളത്. ഇന്ന് രാവിലെയൊക്കെ തെരുവിൽ നിന്ന് ആളുകൾ പറഞ്ഞു നല്ല കാര്യമാണെന്ന് ബഹുജനങ്ങൾ പറയുന്നു. 93% ആളുകൾ പിന്തുണയ്ക്കുന്നു. കോർപ്പറേറ്റുകൾ എന്നൊക്കെ പറയുന്ന 2% ആളുകളുണ്ട്, അവരും പിന്തുണയ്ക്കുന്നു. ശേഷിക്കുന്ന 5% ആളുകൾ രാജ്യത്തെ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ ഉണ്ടാക്കിയ പണമാണ്. അത് കൈക്കൂലിയാകാം, ഹവാലയാകാം,
നികുതി വെട്ടിപ്പാകാം, എങ്ങനെയൊക്കെയോ ആകാം. ആ പണം ക്യാഷായിട്ടിരിക്കുന്നത് മാത്രമാണ് ഇപ്പോൾ ആദ്യം ട്രേസ് ചെയ്യുന്നത്. ഗോൾഡായിട്ടിരിക്കുന്നത്, പിന്നെ വസ്തുവകകളായിട്ടിരിക്കുന്നതൊക്കെ ഇതിന് പിന്നാലെ വരുന്നുണ്ട്. അപ്പൊ ഈ സാധാരണക്കാരനും കൂടെ ജീവിക്കണം എന്നുള്ള, അവരും സഹോദരങ്ങളാണെന്നുള്ള ഒരു സമഭാവന നമ്മളിൽ ഭേദചിന്തയില്ലാതെ ഉണരണം. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം. സീരിയൽ നമ്പറുകൾ ചോദിക്കുന്നു ബാങ്കുകൾ. അത്തരം ഫോമുകളാണ് ഇന്നിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത്തരം സീരിയൽ നമ്പർ ചോദിക്കുന്നിടത്ത് ദയവായി ആരും മറ്റുള്ളവരുടെ പണം വെളുപ്പിച്ചു കൊടുക്കാൻ നിൽക്കരുത്. 200 രൂപ തരാം, 500 രൂപ തരാം. ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു 4000 രൂപ എന്ന് മാറ്റി തന്നെ 1000 രൂപ തന്നേക്കാവുന്നു. ഒരു ഫുള്ള് മേടിച്ചു തരാമെന്ന് പറഞ്ഞു ആ ഫൂൾ എന്നോട്. ഞാൻ വഴങ്ങാതിരുന്നത് എനിക്കിതിന്റെ പ്രത്യാഘാതങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ്. പ്രത്യാഘാതങ്ങൾ അറിയാത്ത പാവപ്പെട്ടവരെ സഹായിക്കാൻ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ദയവായി ഇത് ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ഇടുകയും നോട്ടീസായി അടിച്ച് നാട്ടിലുടനീളം വിതരണം ചെയ്യുകയും ചെയ്താൽ അതിന്റെ പുണ്യം വലുതാണ്. ഈ മൂവ്മെന്റിന് കൊടുക്കുന്ന വലിയ സപ്പോർട്ടായിരിക്കും അതെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. കാരണം ഈ മുന്നേറ്റം വലുത് തന്നെയാണ്. വേറെ ചില കാര്യങ്ങളും കൂടി ഉണ്ടെങ്കിലും ഞാനത് അങ്ങനെ പറയുന്നില്ല. കാരണം വാപോയ കോടാലിയാണെന്നും ഒക്കെ പറഞ്ഞ് എന്നെപ്പറ്റി പലരും പലതും പറഞ്ഞു വരുന്നത് എനിക്കൊരു രസമായിട്ടേ കാണുന്നുള്ളൂ. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന എന്റെ കുടുംബത്തിലുള്ള ആളുകൾക്കൊക്കെ വേദന ഉണ്ടാകുന്നുണ്ട്. അവരുടെയൊക്കെ അടുത്ത് ചെന്നിട്ടാ പറയുന്നത്. മാന്യ സുഹൃത്തുക്കളെ, എന്നോട് എന്ത് പറയാനുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്റെ പേജിലും എന്റെ പ്രൊഫൈലിലും എന്റെ നമ്പറുകൾ ലഭ്യമാണ്. അല്ലാത്തവർക്ക് ഒരു ഇൻബോക്സിലോട്ട് വന്നാൽ മതി, നമ്പർ തരാം. ഇൻബോക്സിൽ വന്ന് ചോദിച്ചാൽ നമ്പർ ആർക്കും കൊടുക്കാതിരിക്കുന്നില്ല. അവിടെ യാതൊരു ഭേദചിന്തയില്ല. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ദയവായി 10 ദിവസം കൊണ്ട് 4 ലക്ഷം രൂപ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു ദിവസം കൊണ്ട് പോലും നിങ്ങൾക്ക് അതിവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെങ്കിൽ പല ബാങ്കുകളിലായിട്ട് ഒരു കുടുംബത്തിന് 4 ലക്ഷം രൂപ മാറ്റി കൊടുക്കാൻ സാധിക്കും. പക്ഷേ അത് രാജ്യത്തോട് ചെയ്യുന്ന ദ്രോഹമാണ്, കള്ളപ്പണക്കാരോട് ചെയ്യുന്ന സേവനമാണ്. കള്ളപ്പണക്കാർക്ക് വയലിലിറങ്ങി പണിയെടുത്താൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കൂലി സ്വന്തം വീട്ടിലെ RR എന്ന് പറയുന്ന റവന്യൂ റിക്കവറി നടപടികളിലേക്ക് കോടതി മുഖാന്തരം നീങ്ങുമ്പോൾ നിസ്സഹായരായി നിലവിളിക്കുന്ന പാവപ്പെട്ട കോടീശ്വരനായി നിങ്ങൾ ആരും മാറരുത്, സാധാരണക്കാരൻ മാറരുത്. സാധാരണക്കാരന്റെ ബുദ്ധിശക്തിയെ അല്ലെങ്കിൽ അവന്റെ ചിന്താശേഷിക്കുറവിനെ ചൂഷണം ചെയ്യാനും ഈ അവസരം കള്ളപ്പണ മാഫിയ ഉപയോഗിക്കാതിരിക്കാൻ എന്റെ പ്രിയ സുഹൃത്തുക്കൾ ദയവായി വേണ്ടത് ചെയ്യണം എന്ന് വിനയപുരസരം ആദരപൂർവം സന്തോഷപൂർവം ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും വ്യക്തിപരമായി വീട്ടിൽ വന്ന് കണ്ടു പറഞ്ഞതാണ് എന്ന് വിചാരിച്ച് തന്നെ വേണ്ട ഏർപ്പാടുകൾ ചെയ്ത് ഈ ദൌത്യത്തിൽ പങ്കാളികളാകാൻ രാജ്യനന്മയെ കരുതി ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.